എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഡെയിലി വെയർ കളക്ഷനാണ്. 390 രൂപ മാത്രം റേറ്റ് വരുന്ന സൂപ്പർ സാരീസിന്റെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറുകളാണ് കേട്ടോ. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെയർ ആണെങ്കിൽ പോലും അത്യാവശ്യം ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക കേട്ടോ. അപ്പോൾ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസൊക്കെ കറക്റ്റ് സമയത്ത് നിങ്ങളിലേക്ക് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത്. ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 500-ന്റെ സാരി ആയാലും 5000-ന്റെ സാരി ആയാലും ഉടുക്കുന്ന രീതിയിൽ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ. എന്നാൽ മാത്രമാണ് അത് ഭംഗിയായിട്ട് തോന്നത്തുള്ളൂ. അപ്പം നമ്മളിൽ പലരും തന്നെ സാരി ഒരിക്കലും ഉപയോഗിക്കാത്തവരാണ് അധികം ആൾക്കാരും. പക്ഷേ സാരി ഇടയ്ക്കൊക്കെ ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ മലയാളീസിന് സാരി ഉടുക്കുന്നിടത്തോളം ഭംഗി വേറെ എന്ത് ഡ്രസ്സ് ഇട്ടാലാണ് കിട്ടുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാരി ഉടുക്കാത്തവരൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉടുത്ത് ശീലിച്ച് നോക്കണം. ചെറിയ ചെറിയ ടെക്നിക്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാരി നന്നായിട്ട് ഉടുക്കാൻ പറ്റും. അത്യാവശ്യം പിന്നും കാര്യങ്ങളും ഒക്കെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ വേണം സാരി ഉടുക്കാനായിട്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ചുമ്മാ വാരി വലിച്ചു കൊടുത്താൽ ആ സാരിയുടെ ഭംഗി ഉണ്ടാവില്ല. അയൺ ചെയ്യേണ്ടതാണെങ്കിൽ അയൺ ചെയ്യണം. അതുപോലെ പിൻ ചെയ്യേണ്ടടുത്ത് പിൻ ചെയ്യാം. ഞാനൊരു കുഞ്ഞു ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും നമുക്കൊരു ബുദ്ധിമുട്ടാണ് സാരി ഉടുക്കുമ്പോൾ നമ്മുടെ ഈ പോർഷൻ കാണും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് പലരും ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഈ സൈഡ് ഇവിടെ അങ്ങ് കൊണ്ടുവന്നിട്ട് ഒരു പിൻ ചെയ്യും. അതല്ല എങ്കിൽ ഈ സൈഡ് എടുത്തിട്ട് ഇതിനകത്തുള്ള ഒരു ഫ്ലീറ്റോട് കൂട്ടി ഇവിടെ പിൻ ചെയ്യും. അങ്ങനെ ഒരു ശീലം പൊതുവെ കാണുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ അങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതിലും ഭേദം ഇത് സാധാരണ പോലെ തന്നെ, അതായത് നമ്മൾ ഇവിടുന്ന് ഈ കൊണ്ടുവരുന്ന പോർഷൻ ഈ താഴെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പിൻ ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ഞൊറി എടുക്കാനായിട്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മേളത്തെ പോർഷൻ ഉണ്ടല്ലോ, മേളിൽ നമ്മൾ ഫ്ലീറ്റ്സ് ഇടുന്ന സമയമുണ്ടല്ലോ, അവിടെ ഒരു പിൻ ചെയ്തതിന് ശേഷം നമ്മളിതൊരു ഓർഡറിലാക്കി എടുക്കുക. ഒരു നിശ്ചിത സ്പേസിൻ്റെ വ്യത്യാസത്തിൽ ഇങ്ങനെ ഒരു ഓർഡർ ആക്കി എടുക്കുക. അങ്ങനെ കറക്റ്റ് ഒരു ഓർഡറിൽ വെച്ചിട്ട് അത് ഇത്ര ഇങ്ങോട്ട് ഇറക്കിയിട്ട് ആ ഫസ്റ്റ് ഫ്ലീറ്റ് ഉണ്ടല്ലോ, അതായത് ഈ ഫ്ലീറ്റ് അതിൻ്റെ മേളിലായിട്ട് ഒരു പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ആ പിന്ന് എല്ലാ ഫ്ലീറ്റിലും കുത്തിയിട്ടുണ്ടാവണം, ചെന്നിട്ടുണ്ടാവണം. അതായത് ബ്ലൗസോട് ചേർത്ത് വേണം അത് കുത്തി വെക്കാനായിട്ട്. അതങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുത്തി വെച്ചിട്ട് മേളിലത്തെ ഫ്ലീറ്റ് മാത്രം ഇങ്ങനെ ഇറക്കിയിടുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഈ ഫ്ലീറ്റിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യണേ അവിടെ ആയിരിക്കണം പിൻ കുത്തുന്നത്. അതായത് കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വേണം പിൻ ചെയ്യാനായിട്ട്. അത് ഇങ്ങനെ പിൻ ചെയ്തിട്ട് ഇതിങ്ങനെ ഇറക്കിയിടുക. ഇതിങ്ങനെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാരി ഈ സാരിയുടെ ഫ്ലീറ്റ്സ് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ കറക്റ്റായിട്ട് കിടക്കും. ഇത് പിന്നെ എങ്ങോട്ടും മാറത്തില്ല. അല്ലാതെ നമ്മൾ ഓരോ ഫ്ലീറ്റും എടുത്ത് കുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം അവിടെയൊക്കെ പിൻ ചെയ്ത് വെച്ചാൽ, കാരണം അവിടെയൊക്കെ ഇങ്ങനെ ഈ ഒരു പിന്ന് കുത്തുന്ന ആ ഒരു ഷേപ്പ് വരും. അപ്പം അതിലും നല്ലത് നമ്മൾ ഇവിടെ ഒരു പിൻ ചെയ്യുവാണെങ്കിൽ പിന്നെ ഈ ഫ്ലീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അപ്പോൾ ഈ ലാസ്റ്റ് ഫ്ലീറ്റിൻ്റെ ഇവിടെ നമ്മൾ പിൻ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫ്ലീറ്റ് അല്പം ഇങ്ങോട്ട് ഇറങ്ങിക്കിടന്നോളും. അപ്പം നമുക്കിങ്ങനെ ഈ വയറിൻ്റെ പോർഷൻ കാണുമെന്നുള്ളൊരു പേടി വേണ്ട. ഓൾറെഡി നമ്മൾ ഈ പോർഷനും ഇവിടെ എടുത്ത് പിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ബ്ലൗസിനോട് കൂട്ടിയോ ഒന്നും ഇവിടെ സാരി പിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് നല്ല കറക്റ്റ് പൊസിഷനിൽ അങ്ങനെ കിടന്നോളും. അപ്പോൾ ഇന്നത്തെ ടെക്നിക്ക് ഇതാണ്. ഇനി അടുത്ത തവണ സാരി ഉടുക്കുമ്പോൾ അതൊന്ന് പരീക്ഷ നോക്കണം കേട്ടോ. ഇത് ഒരുവിധക്കാർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. അതുപോലെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി തന്നെയാണ്. റേറ്റ് വരുന്നത് 390 രൂപ. നല്ലൊരു ഡെയിലി വെയർ കളക്ഷനാണ്. അത്യാവശ്യം നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ വന്നേക്കുന്നത്. നല്ലൊരു കളർ ഷെയ്ഡാണല്ലേ വന്നേക്കുന്നത്. സാരി വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത്. ഈ സെയിം ഡിസൈനിൽ തന്നെ, അതായത് സെയിം കളറിൽ തന്നെ ചെറിയ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് മുറിച്ചെടുത്ത് നമുക്ക് സാരിയിൽ ബ്ലൗസിന് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബ്ലൗസ് ഉണ്ടെങ്കിൽ പിന്നെ അത് വെറുതെ മുറിച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ബ്ലൗസ് ഉണ്ടെങ്കിൽ മതി. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് റെഡിമെയ്ഡ് ബ്ലൗസാണ്. അത് നമ്മുടെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസ് ഇല്ലേ, അതാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് നെറ്റിൻ്റെ കൈയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഈ കൈ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ടൊക്കെ ഉള്ളതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇറക്കിയിടുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ ഇറക്കിയിടാവുന്നൊക്കെ ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഇടാവുന്ന ടൈപ്പാണ്. അതല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ കയറ്റി വെക്കണമെങ്കിൽ കയറ്റി വെക്കാം കേട്ടോ. ഞാൻ അങ്ങനെ കയറ്റി വെച്ചേക്കുന്നതാണ്. എനിക്കങ്ങനെ ഫുൾ ലെങ്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഷെയ്ഡിൽ വന്നതിന് നല്ലൊരു ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഗോൾഡനും ബ്ലൂവിൻ്റെയും കൂടി ഷെയ്ഡ് വരുന്ന ഒരു ചെറിയ ബോർഡറാണ് കൊടുത്തേക്കുന്നത്. ഉടുക്കുന്ന പോർഷനിൽ വീതി കുറഞ്ഞിട്ടുള്ള ബോർഡറാണ്. മറ്റേ ഈ വശത്ത് കുറച്ചുകൂടി വീതിയുള്ള ബോർഡാട്ടോ വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഇങ്ങനെ വരും. നല്ലൊരു കളർ ഷെയ്ഡുമാണ്, നല്ല പ്രിന്റുമാണ് കേട്ടോ വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ.
അങ്ങനെ വരും. ഞാൻ ഇതിനകത്ത് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ പ്രിൻ്റ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ പ്രിൻ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ഈ സാരിയിലുള്ള ഡിസൈൻ്റെ കുറച്ച് സൈസ് ചെറിയൊരു ഡിസൈൻ ആയിരിക്കും കേട്ടോ വന്നേക്കുന്നത്. ഇങ്ങനെ വരും കേട്ടോ. ഈ സൈഡിലെ ബോർഡർ അത്യാവശ്യം വീതി ഉള്ളതാണ്, മറ്റേ സൈഡിൽ അത്രയും വീതി വരുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ്. എന്ന് വരും കേട്ടോ. സാരി ഉടുക്കുമ്പോൾ ഇതുപോലെ സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ ഈ സാരി ഉടുത്തേക്കുന്ന പോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതല്ല വൺ സൈഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ വരും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. പല്ലുവിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിസൈനിന് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ വൺ സൈഡ് അല്പം വീതിയോട് കൂടിയാണ് വന്നേക്കുന്നത്. മറ്റേ സൈഡ് വരുമ്പോൾ അത്ര വീതിയില്ല കേട്ടോ, ചെറിയ വീതി വ്യത്യാസമുണ്ട്. പക്ഷെ അതൊരു ഭംഗി തന്നെയാണ് കേട്ടോ, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇങ്ങനെ വരും. ഇതിൻ്റെ സെയിം നമ്മളിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരിയുടെയൊക്കെ അതേ പാറ്റേൺ തന്നെയാണ്. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ചെറിയ പ്രിൻ്റാണ് കേട്ടോ വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസിൻ്റെ പോർഷൻ വന്നത്. ഇത് വരുവേ നല്ല അത്യാവശ്യം നല്ല വീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത്. അങ്ങനെ വരും. പിന്നെ സാരിയിലേക്ക് വരുമ്പോൾ പല്ലുവിൻ്റെ പോർഷൻ മാത്രം വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്, അല്ലാത്തതെല്ലാം സെയിം നമ്മൾ ഈ ഉടുത്തിരിക്കുന്ന സാരിയുടെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ ഷെയ്ഡ് തന്നെയാണ് വന്നേക്കുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അങ്ങനെ വരുവേ. സെയിം എല്ലാ ഈ സാരികളുടെ എല്ലാം ഫീച്ചേഴ്സ് എല്ലാം ഒരുപോലെ തന്നെയാണ്. സെയിം ബ്ലൗസ് പീസും ഒക്കെ സെയിം ആണ്. നമ്മൾ സാരിയിൽ കൊടുത്തിരിക്കുന്ന പ്രിൻറ്റിൻ്റെ കുറച്ച് വലിപ്പം കുറഞ്ഞൊരു പ്രിൻ്റ് ആയിരിക്കും ബ്ലൗസിന് വന്നേക്കുന്നത് കേട്ടോ. ഇതായിരിക്കും വന്നേക്കുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വേറൊരു പാറ്റേണിൽ തന്നെ വരുന്ന സാരിയാണ്. ഫ്ലോറൽ പ്രിന്റിലാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഇത് സെയിം റേറ്റ് തന്നെയാണ്, 390 തന്നെയാണ് റേറ്റ് വരുന്നത്. ഡെയിലി വെയർ കളക്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ചെറിയൊരു സ്കൈ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അതിൽ കാണുന്നേക്കാളും ആ ബ്ലൂവിനേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. അങ്ങനെ വരുവേ. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. സാരി ഫുള്ള് ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത്. നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് വരുവേ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ പോർഷൻ വരുന്നത്. സാരി വരുന്നത് ഫുൾ ഫ്ലോറൽ പ്രിന്റ് തന്നെ വരും. പിന്നെ പല്ലുവിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു പ്രിന്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. സാരി നല്ല ലുക്കുണ്ട് കാണാനായിട്ട്. നമുക്ക് ഡെയിലി ഒക്കെ പോകുന്നവർക്കാണെങ്കിൽ നല്ല തന്നെയാണ്. അങ്ങനെ വരും കേട്ടോ. നമുക്ക് വൺ സൈഡ് ഇടണമെങ്കിൽ വൺ സൈഡും ഇടാം, ഫ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് ഡെയിലി വെയർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് ഇടേണ്ട താമസമുള്ളൂ ഉണങ്ങി കിട്ടാനായിട്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നല്ല അത്യാവശ്യം ഒരു ഗ്ലേസിങ് തോന്നുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. നമുക്ക് ആ റേറ്റിനനുസരിച്ച് നല്ലൊരു ഗ്ലേസിങ് ഒക്കെ തോന്നുന്ന ഒരു ഐറ്റമാണ്. ഇതാണ് വരുന്നത്. ഇതിൻ്റെ ഒരു 4 കളർ ഷെയ്ഡ് കൊണ്ട് നമുക്ക് അവൈലബിൾ ആണ്. കളർ വരുന്നത് ഇതാണ്. സെയിം സാരി പ്രിൻ്റൊക്കെ സെയിം തന്നെ. ബ്ലൗസ് പീസ് വരുമ്പോൾ ഇത് വരും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് തന്നെയാണ്. ഇങ്ങനെ വരും. ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. പ്ലേറ്റ് ഇട്ട് കൊടുത്താലും നമുക്ക് വൺ സൈഡ് ഇട്ടാലും നല്ലതാണ്. പള്ളിയിലൊക്കെ പോകുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. നല്ല ചേർന്ന് കിടക്കുകയും ചെയ്യും. അതുപോലെ അത്യാവശ്യം നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇങ്ങനെ വരുവേ. നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് ഇതൊരു ചിക്കു ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ബോർഡർ ഉണ്ടോ, ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്, ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം ഈ പ്രിന്റ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ ഫ്ലവേഴ്സിൻ്റെ പ്രിന്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ ബ്ലൗസ് പീസിൻ്റെ പോർഷൻ വരുന്നത് ബാക്കിയുള്ള സാരികളിലൊക്കെ കാണിച്ച പോലെ തന്നെയുള്ളൊരു പോർഷനാണ് കേട്ടോ വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് വരും കേട്ടോ ബ്ലൗസ്.
ഇതിനോട് യോജിക്കുന്ന ഏതെങ്കിലും കളർ ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ബ്ലൗസ് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വരുവേ. നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. നമുക്കിടെ അമ്മമാർക്കൊക്കെ പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അത് കേട്ടോ. ലാസ്റ്റ് ആണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. അങ്ങനെ വരുവേ. റേറ്റ് സെയിം തന്നെ 390 ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഒരു പ്രിൻ്റാണ് കേട്ടോ വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമ്മൾ കുത്തുന്ന ഭാഗത്താണ് ബ്ലൗസ് പീസിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാനില്ലെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കളർ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അത്ര കൂടി കൂടുതൽ ലെങ്ത് കിട്ടും സാരിക്ക്. വരുവേ. ാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വരുന്നത്. 390 രൂപ മാത്രം വരുന്ന ഡെയിലി വെയർ കളക്ഷൻസ് ആണ്. എല്ലാം നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള നല്ല നല്ല ഐറ്റംസ് ആണ്. അപ്പോൾ ഓർഡർ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഒരു തവണയും കൂടി ഒന്ന് വീഡിയോ കണ്ടിട്ട് വേണം പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട്. കളറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ചോദിച്ചറിയണം. മാക്സിമം കഴിയുന്നതിനെല്ലാം തന്നെ ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ എപ്പോഴും വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുമായിരിക്കും നല്ലത്. അതാണ് എപ്പോഴും പെട്ടെന്ന് മറുപടി കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതൽ. കാരണം യൂട്യൂബിൻ്റെ അടിയിലുള്ള കമൻറ്റ് നമ്മൾ ചിലപ്പോൾ ഒരുമിച്ചൊക്കെ പിന്നീടായിരിക്കും വായിക്കണം. അപ്പോഴത്തേക്കും ചിലപ്പം ഐറ്റം തീർന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് സംശയങ്ങളായിട്ട് ചോദിക്കുന്നത് എല്ലാം തന്നെ വാട്സപ്പിൽ മാക്സിമം ചോദിക്കാൻ ശ്രമിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ. വീഡിയോസ് വരുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വൈകുന്നേര സമയങ്ങളിലാണ് വീഡിയോസ് വരുന്നത്. എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. എല്ലാം വരുന്നതനുസരിച്ച് പിന്നെ റീസ്റ്റോക്ക് ചെയ്യാവുന്നതാണെങ്കിൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. നമ്മുടെ എലഗൻസിയിൽ നിന്ന് നമ്മൾ യൂണിഫോം സാരി അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. അതും അറിയാലോ, നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത തന്നെ അറിയാലോ. ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ യൂണിഫോം സാരി അതിപ്പോൾ എത്ര പീസാണെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടവരും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിഫോം സാരിയുടെ ഇത് ഒരിക്കലും നമ്മൾ ഈ വീഡിയോയിൽ വരാറില്ല. അത് യൂണിഫോം സാരിയുടെ സെക്ഷൻ വേറെ തന്നെയാണ്. അപ്പം അത് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. അത് നമുക്ക് വേറെ കാര്യങ്ങൾ, നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേറെയാണ് വരുന്നത്. അത് ഇട്ട് തന്ന് നമുക്ക് സെറ്റാക്കാം. അതുപോലെ നമ്മൾ ഡേ എടുത്ത് ഒരുപാട് ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ഓഫർ സെയിലിൻ്റെ വീഡിയോ വരുന്നത്, ക്ലിയറൻസ് സെയിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൺഡേ നമ്മുടെ ഓഫർ സെയിലിൻ്റെ വീഡിയോ ഉണ്ടാവും. ഈവനിങ് ആയിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയറൻസ് സെയിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെയാണ് ക്ലിയറൻസ് സെയിലിൽ വരുന്നത്. അപ്പം അതിൻ്റെ എല്ലാം വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്നും ഒത്തിരി എണ്ണം ഉണ്ടാവത്തില്ല. കാരണം ഒന്നോ രണ്ടോ സെയിം ആയിട്ട് തന്നെ ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം കാണുമ്പോൾ വേഗം തന്നെ ചോദിച്ചോളുക. അത് ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും റേറ്റ് കുറഞ്ഞ് തന്നെയായിരിക്കും കേട്ടോ തന്നെ. അപ്പോൾ അതാരും മിസ് ചെയ്യേണ്ട. ഈ സൺഡേ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മാത്രമാണ് നിങ്ങൾക്കല്ലെങ്കിൽ അവർക്കെങ്കിലും പ്രയോജനപ്പെട്ടത്. കാരണം ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവർ പലരും പറയുന്ന ഒരു അഭിപ്രായം, ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറയണം. കാരണം വെച്ചാൽ ചിലരൊക്കെ സാരി ഉപയോഗിക്കാത്തവരായിരിക്കും. ടോപ്പ് സൈഡിൽ നമുക്ക് വരുന്നുണ്ട്, എന്നാൽ പോലും സാരിയാണല്ലോ നമുക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ സാരിനായിട്ടുള്ള ദിവസങ്ങൾ വരുന്നുണ്ട്. മറ്റൊരു കളക്ഷനായിട്ട് അടുത്ത ദിവസം കാണാം. ക്ലിയറൻസ് സെയിലുകളും നല്ല നല്ല ഓഫർ സെയിലുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരും മിസ് ചെയ്താതെ കണ്ടുകൊള്ളുക. അടുത്ത ദിവസം നല്ലൊരു കളക്ഷനായിട്ട് കാണാം കേട്ടോ.